Introduction to Accounting, Chapter Wise Questions and Discussion. Question number 41. The process of generating pertinent information and communicated in certain form of the management and other internal and external users are called dash. ആൻസർ വരുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഒരു പ്രോസസ് ഓഫ് ഷെയറിങ് ഇൻഫർമേഷനാണ് ബിറ്റ്വീൻ പീപ്പിൾസ് ആൻഡ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയാം. അപ്പോൾ പെർട്ടിനൻറ്റ് ഇൻഫർമേഷൻ എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞത്. പെർട്ടിനൻറ്റ് എന്ന് പറഞ്ഞാൽ റിലവൻറ്റ് ഇൻഫർമേഷനാണ്. ഒരു ഓർഗനൈസേഷൻ്റെ റിലവൻറ്റ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ നമ്മളൊരു ഓർഗനൈസേഷൻ എടുക്കുമ്പം കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും ഇൻറ്റേർണലി. എക്സ്റ്റേണലി വരുമ്പോഴത്തേക്കും കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ആണ്. മെയിനായിട്ട് കസ്റ്റമേഴ്സ് വരാം, സപ്ലയേഴ്സ് വരാം, NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് വരാം. ഇവർ തമ്മിലുള്ള ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് റിലവൻറ്റ് ഇൻഫർമേഷൻ്റെ ഷെയറിങ് ഓഫ് റിലവൻറ്റ് ഇൻഫർമേഷൻ ത്രൂ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കോർ ആക്ടിവിറ്റിയാണ് അക്കൗണ്ടിങ്ങിൽ. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് വെർബൽ ആൻഡ് റിട്ടൺ. നമുക്ക് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിട്ടൺ കമ്മ്യൂണിക്കേഷനും ചെയ്യാം അക്കൗണ്ടിങ്ങിൽ. 42 ക്വസ്റ്റ്യൻ നമ്പർ. വിച്ച് ഈസ് ദ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം വരുന്നത് അക്കൗണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ദ അക്കൗണ്ടൻറ്റ്സ് എബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ പ്രസൻറ്റിംഗ് ദ റിലവൻറ്റ് ഇൻഫർമേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ എഫിഷ്യൻസി ആൻഡ് എബിലിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ്, അതായത് റിലവൻറ്റ് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് അത് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തിരിക്കണം, അതിനെ കെയർഫുള്ളായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. ഒരു ഓർഗനൈസേഷനിൽ ക്ലയൻസിന് ഒരുപാട് നീഡ്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അത് നമ്മൾ സോൾവ് ചെയ്യുന്ന ഓരോ അറ്റംപ്റ്റും നമ്മൾ അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ആ സോൾവ് ചെയ്യുന്ന ഓരോ മെത്തേഡ്സും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാം ബേസിക് റിസൾട്ട് എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിലോട്ട് നമുക്ക് ഈ അക്കൗണ്ടിങ് റിസൾട്ടുകളിൽ സബ്മിറ്റ് ചെയ്യേണ്ട അവസരങ്ങളുണ്ടാവും. അപ്പം അത് അക്കൗണ്ടൻറ്റിൻ്റെ എബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ പ്രസൻറ്റിംഗ് ദ റിലവൻറ്റ് ഇൻഫർമേഷൻസ് ടു ടോപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് അത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. ദ ഇൻഫർമേഷൻസ് ആർ റെഗുലർലി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഡാഷ്. ഒരു കമ്പനിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ത് വഴിയാണെന്ന്? അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് വഴിയാണ്. ആൻസർ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പം ബാലൻസ് ഷീറ്റ് ആവാം. എക്സാമ്പിൾസ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് വരുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ജനറൽ ലെഡ്ജേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു ആനുവൽ റിപ്പോർട്ട് ബേസ് ചെയ്ത് നമ്മളെല്ലാ ഫിനാൻഷ്യൽ ഇയർ എൻഡിലും ആനുവൽ റിപ്പോർട്ട്സ് തയ്യാറാക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റിലാണോ റൺ ചെയ്യുന്നത്, ലോസിലാണോ റൺ ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. വിച്ച് ആർ ദ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്? ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് 3 തരത്തിലാണുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജീരിയൽ അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻക്ലൂഡിങ് പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. പ്യുവറായിട്ട് ഫിനാൻഷ്യൽ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പോകും. സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റോ സർവീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കുക, അതിനെയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്പനികളിലും ഓർഗനൈസേഷനിലും വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. 3ാമത്തെ ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് അവർ നോക്കുന്നത് ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, മേക്ക് ബെറ്റർ ഡിസിഷൻസ് പ്രോപ്പർ ടൈമിൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബ്രാഞ്ചിൽ വരുന്നത്. 3 ബ്രാഞ്ചസ് ആണുള്ളത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്.
Next, question number 45. Which is used to determining the financial position, also to record profit and loss account and balance sheet. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബ്രാഞ്ചസിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടാണ് ആൻസറായിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് അറിയുന്നത്. ത്രൂ എന്തൊക്കെ വഴിയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. മെയിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ഓർ ലോസ് ഓർ കമ്പനി അറിയുന്നത്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് കമ്പനി അറിയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബ്രാഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പനി പ്രോഫിറ്റിലാണോ ലോസ് ആണോ, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് 46 question. The accounting which deals with recording cost with the objective of ascertaining, reducing, controlling the cost. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ബ്രാഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് കുറേ കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റുകൾ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിന് വേണ്ടി ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ബഡ്ജറ്റ് ഉണ്ടാക്കും. ഇത്ര എമൗണ്ട് നമുക്ക് ബഡ്ജറ്റിൽ മാറ്റി വയ്ക്കാം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അതിനെ നമ്മൾ അസർട്ടൈൻ ചെയ്യണം, അത് റെഡ്യൂസ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇതൊക്കെയാണ് ആ ബ്രാഞ്ചിൽ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 47. The process that enables the management in decision making also helps in generating accounts information relating of fund, cost, profit, etc. is. ഇത് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ്റെ ബ്രാഞ്ചായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് മൂന്നാമത്തെ ബ്രാഞ്ച്. ഒരു ഓർഗനൈസേഷൻ്റെ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിൽ മൂന്നാമത്തെ ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിൽ നമ്മൾ വേരിയസ് ടൂൾസ് യൂസ് ചെയ്തിട്ട് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുവാണ് ബെറ്റർ പ്ലാനിങ് ചെയ്യാൻ, ബെറ്റർ പ്ലാനിങ്ങിനും ബെറ്റർ കൺട്രോളിങ്ങിനും വേണ്ടിയൊക്കെ വേരിയസ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ബെറ്റർ ബെറ്റർ ഒരു റിപ്പോർട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും ബെറ്റർ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഒക്കെ വേണ്ടി മാനേജ്മെൻറ്റിന്. 48 question number. Which is the last step of accounting as a process of information? അപ്പം കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷനാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഈ അവസാനം ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. ഡേറ്റാസായിട്ടിരിക്കുന്ന ഇൻഫർമേഷൻസിനെ ഡേറ്റാസായിട്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മളൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാക്കി അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ വന്നിട്ട് ലാസ്റ്റ് മാത്രമേ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ടോപ്പ് മാനേജ്മെൻറ്റിലോട്ട്. നമ്മൾ ആദ്യം ഒരു അക്കൗണ്ടിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ റെക്കോർഡ് ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് അതിനെ നമ്മളൊരു ജേണൽ എൻട്രി ആക്കി എഴുതുക എന്നുള്ളതാണ്. മൂന്നാമത് ഈ ജേണൽ എൻട്രിയെ നമ്മൾ ജനറൽ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നാലാമത് ഇത് ജനറൽ ലെഡ്ജറിൻ്റെ ബേസിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ അഞ്ചാമത് പ്രിപ്പയറിങ് വർക്ക്ഷീറ്റുകൾ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആറാമത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം എഴുതി. ഇപ്പം നമ്മൾ ആ സമയത്ത് ലെഡ്ജറിലും ജേണലിലും കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൽ നമുക്ക് എഴുതേണ്ടി വരും. അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതും. അത് കഴിഞ്ഞ് ഏഴാമത് നമ്മളിത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ബാലൻസ് ഷീറ്റിൻ്റെ ബേസിസിലാണ് നമ്മളിത് ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ആ ഇൻഫർമേഷൻ, ബാലൻസ് ഷീറ്റിലെ ഇൻഫർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Question number 49. Accounting is a postmortem survey. It records as they have taken place is a dash of accounting. അതിൻ്റെ ആൻസർ വരുന്നത് ലിമിറ്റേഷൻ എന്നാണ്. ഇപ്പം നമ്മളിവിടെ പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്, ലിമിറ്റേഷനാണ് നമ്മൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സർവേ ആണ്. നമ്മളെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതൊരു അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷനായിട്ടാണ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. Question number 15. The expenses are recorded
as incurred assets are recorded at their cost of purchase. There is no scope for ascertaining what the appropriate expenditure or cost of acquisition should have been, which is an example of dash. ഇതും ഒരു ലിമിറ്റേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ ഒരു പോരായ്മയാണ് ഈ പറയുന്നതും. എക്സ്പെൻസസുകളെല്ലാം ഇൻകേർഡ് ചെയ്ത്, അതായത് ഒക്കർ ചെയ്തിട്ട് അതിൻ്റെ അതിനൊരു സ്കോപ്പ് കൊടുക്കുന്നില്ല. അനാലിസിസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കൊടുക്കാതെയാണ് അവസാനമാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവസാനം ബാലൻസ് ഷീറ്റ് വരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ആ ഓഡിറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻ, പോരായ്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഇത് വരുന്നത് ലിമിറ്റേഷനായിട്ടാണ് അക്കൗണ്ടിങ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെത് അത് കോസ്റ്റ് എത്ര ആയി എന്നുള്ളതും അപ്രോപ്രിയേറ്റ് എക്സ്പെൻഡിച്ചർ ഓർ കോസ്റ്റ് നമുക്ക് അക്യൂർ ചെയ്ത് എത്രയാണെന്നെല്ലാം നമ്മളൊരു പോസ്റ്റ്മോർട്ടം അനാലിസിസിലൂടെയാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. Question number 51. The effect of price level changes are not considered in a accounting. Transactions are always recorded in the books at cost price and not at market price. അതും മേളിൽ പറഞ്ഞ പോസ്റ്റിൻ്റെ അതേ ഇത് തന്നെയാണ്. ലിമിറ്റേഷൻ, പോരായ്മ തന്നെയാണ് അക്കൗണ്ടിങ്ങിൻ്റെത്. അതായത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിലായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും. പക്ഷേ നമ്മളത് സെല്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് മാറുന്നുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ടിനേക്കാളും മാർക്കറ്റിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ വേരിയൻസ് ഓഫ് കോസ്റ്റ് നമ്മളവിടെ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ടാണ് അതിനെയും പറയുന്നത്. മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള, നമുക്ക് അറ്റ് എ ടൈമിൽ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടും മാർക്കറ്റിൽ ആ സാധനത്തിന് സെല്ല് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസും അത് പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടുമായിട്ടൊരു വേരിയൻസ് ഉണ്ടാവും. അത് നമുക്കൊരു ലിമിറ്റേഷനായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ആക്ച്വൽ വാങ്ങിച്ച ടൈമിലെ പ്രൈസിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതൊരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. Question number 52. Accounting are recorded transactions in monetary terms while the quantitative aspects like managerial skills, services of experts, etc. are not recorded easily. സെയിം തന്നെയാണ്. അതും ഒരു ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ആയിട്ടാണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ഒരു മോണിറ്ററി ടേമിൽ അല്ലെങ്കിൽ ഒരു മണി വാല്യൂവിൽ, മോണിറ്ററി ടേം മീൻസ് മണി വാല്യൂവിൽ മാത്രമേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുണ്ടായിരുന്ന സ്കില്ല് എത്രയാണെന്നും സർവീസിനെടുത്ത എഫേർട്ടോ എക്സ്പെർട്ട് കാര്യങ്ങളോ അതിൻ്റെ എക്സ്പെക്റ്റഡ് സ്കിൽസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അതും ഒരു ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്. എല്ലാത്തിനെയും ഒരു മോണിറ്ററി വാല്യൂവിൽ മാത്രം, ഒരു മണി വാല്യൂവിൽ മാത്രം കാണുന്നു എന്നുള്ളതും ഒരു ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ആയിട്ടാണ് പറയുന്നത്. Question number 56. Accounting helps in gathering quantitative information on profits earned by the business or loss sustained by them. Similarly, the expenses incurred, revenue earned, etc. are available in monetary term easy. അപ്പോൾ ഇവിടെ പറയുന്നത് നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. മോണിറ്ററി ടേമിൽ വാല്യൂ ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആയിട്ടാണ്. അതിൻ്റെ ആൻസർ വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആയിട്ടാണ്. അപ്പം ഇതിനെയെല്ലാം മോണിറ്ററി ടേമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ബൈ ദ ബിസിനസ്, അത് സസ്റ്റെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. നമ്മളൊരു എക്സ്പെൻസസ് ഇൻകേർഡ് ആവുക അല്ലെങ്കിൽ എക്സ്പെൻസസ് വരുന്നതും റവന്യൂ ഏൺ ചെയ്യുന്നതും പ്രോഫിറ്റോ ലോസ് എല്ലാം മോണിറ്ററി ടേമിൽ വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അതേ ഓപ്പോസിറ്റ് പോർഷനായിട്ടാണ് പറയുന്നത്. Question number 57. Which of the transaction is not a financial transaction? താഴെ പറയുന്നവയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലാത്തത്, ആ നോട്ട് അവിടെ ശ്രദ്ധിച്ചോണം. ഓപ്ഷൻ എ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ ബി റിസീവ്ഡ് പ്രൈസ് മണി ഫ്രം എ റൈസ് യൂസ്ഡ് ടു പർച്ചേസ് എ ഓഫീസ് അലമാര, സി ബാങ്ക് ചാർജസ് ഡെബിറ്റ് ഇൻ ദ പാസ്ബുക്ക്, ഡി നൺ ഓഫ് ദിസ്.
ഇതിൻ്റെ ആൻസറിൽ വരുമ്പം നോട്ട് നോക്കണം. നോട്ട് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഓപ്ഷൻ എ എടുത്ത് നോക്കണം. പേയ്മെൻറ്റ് ടു ഡെറ്റേഴ്സ്. നമ്മൾ ഡെറ്റേഴ്സിന് പേയ്മെൻറ്റ് ചെയ്തു. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കമ്പനി പർച്ചേസ് ചെയ്യുക, സാധനങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുക, കടത്തിന് പർച്ചേസ് ചെയ്യുമ്പം അവരാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. അപ്പം അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. അത് വരില്ല. അടുത്തത് ബിസിനസ് റിസീവ്ഡ് പ്രൈസ് മണി ഫ്രം. അലമാര വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി തന്നെ ആണല്ലോ, അതും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. പാസ്ബുക്കിൽ ബാങ്ക് ചാർജസ് ഡെബിറ്റ് ബാലൻസ്, അതും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദിസ് എന്നാണ്. കാരണം നോട്ട് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. നൺ ഓഫ് ദിസ് ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 58. The functions of accounting of the bank making entries in the ledgers are called. The function of accounting up to making entries in the ledgers are called. Option A accounting, option C bookkeeping, option C record keeping, option D none of this. അപ്പം ജേണലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെഡ്ജറിലോട്ട് മാറ്റുന്നത്. അപ്പം ലെഡ്ജർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ ഓരോരോ ബുക്കുകളായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ലെഡ്ജേഴ്സ്. സോ ആൻസർ എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ടുള്ള ഓരോ അക്കൗണ്ടുകൾ ബുക്കുകളാക്കി മാറ്റി, ഓരോ അക്കൗണ്ട് ബുക്കുകളാക്കി മാറ്റുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ലെഡ്ജേഴ്സ് ആർ കാൾഡ് ബുക്ക് കീപ്പിംഗ്. 59 ക്വസ്റ്റ്യൻ നമ്പർ 59. The person who own ₹500 to the proprietor is a dash. ഒരു പ്രൊപ്പറേറ്റർക്ക് ഒരു വ്യക്തി 500 രൂപ കൊടുത്തു. ഓപ്ഷൻസ് അസറ്റ്, എ അസറ്റ്, ബി ഡെറ്റർ, സി എ ഓർ ബി, ഡി നൺ ഓഫ് ദിസ്. ഇതിൽ അസറ്റായിട്ട് നമുക്കൊരു പ്രൊപ്പറേറ്റർ, ഒരു കമ്പനി നടത്തുന്ന ആൾക്ക് 500 രൂപ കിട്ടിയ അത് അയാൾക്ക് അസറ്റാണ്. ഓക്കെ, അതും ശരിയാണ്. ഡെറ്റർ എന്ന് പറയുന്നതും ശരിയാണ്. കാരണം പുള്ളി നമ്മുടെ കമ്പനിക്ക് ഒരു ഡെറ്ററാണ്. നമുക്കൊരു അസറ്റായിട്ടല്ലേ അത് കിട്ടിയത്. അസറ്റിന് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾ അസറ്റ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം നമ്മളെപ്പോഴായാലും നമുക്കതൊരു അസറ്റായിട്ടാണ്. ഡെബിറ്റ് ബാലൻസ്, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആൻഡ് ഡെറ്ററും ആണെന്ന് മനസ്സിലാക്കുക. എ ഓപ്ഷൻ ബി എയും ബിയും ശരിയാണ്. അതിൻ്റെ ആൻസർ സി ആണ്. അടുത്ത 60 ക്വസ്റ്റ്യൻ നമ്പർ. രാജു ലെൻഡ് ₹2,000 ടു എബി സ്റ്റോഴ്സ്. രാജു ഈസ് ഡാഷ് ടു ദ സ്റ്റോർ. അപ്പം ഇവിടെ പറയുന്നത് രാജു എബി ഒരു സ്റ്റോർ നടത്തുന്നുണ്ട്. ആ സ്റ്റോറിലേക്ക് രാജു 2,000 റുപ്പീസ് ലെൻഡ് ചെയ്തു, കൊടുത്തു. അപ്പം ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ക്രെഡിറ്റർ, ഓപ്ഷൻ ബി ഡെറ്റർ, ഓപ്ഷൻ സി ഓണർ, ബോത്ത് ഡി എന്ന് പറയുന്ന ബോത്ത് അക്കൗണ്ട്സ്. ഓണർ അല്ല എന്ന് നമുക്കറിയാം, കാരണം ഓണർ എബി ആയതുകൊണ്ട് ഓണർ അല്ല. അപ്പം നമ്മുടെ കമ്പനി, എബിയുടെ കമ്പനി പോയി കടത്തിന് സാധനം വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. കടത്തിന് സാധനം 2,000 രൂപ കടമായി വാങ്ങിച്ചു. 2,000 രൂപ കടമായി വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് എന്താണ്? ക്രെഡിറ്ററാണ്. എബിയെ സംബന്ധിച്ചിടത്തോളം, ആ എബിയുടെ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം രാജു ആരാണ്? ക്രെഡിറ്ററാണ്. ക്രെഡിറ്റർ. അപ്പം എബിയുടെ സ്റ്റോറ് രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2,000 രൂപ കടത്തിന് വാങ്ങിക്കുമ്പോൾ അത് ക്രെഡിറ്ററാണ്. എബിയുടെ സ്റ്റോറിനെ സംബന്ധിച്ച് രാജു ഈസ് എ ക്രെഡിറ്റർ ടു ദ സ്റ്റോർ. ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. എ ന്യൂ കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫോർ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എ ഡാഷ് അസറ്റ് ഫോർ ദ ബിസിനസ്. ഒരു പുതിയ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാങ്ങിക്കുവാണ്. അത് എന്ത് ടൈപ്പ് അസറ്റാണെന്നാണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോങ് ടേം പീരീഡിലേക്ക് നമ്മൾ വാങ്ങിക്കുന്നതാണ്. അതൊരു ഫിക്സഡ് ആയിരിക്കും, എപ്പോഴും മാറ്റില്ല. ഓപ്ഷൻസ് എ കറണ്ട് അസറ്റ്, കറണ്ട്, ഫിക്സഡ്, സി ഫ്ലോട്ടിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിലിപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, സ്മോൾ പീരീഡ് ഓഫ് ടൈമിന് വേണ്ടി മാത്രം നമ്മൾ വാങ്ങിക്കുന്ന അസറ്റുകളൊക്കെയാണ്, ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി. ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ് ആണ്. ലോങ് ടേമിലേക്ക് വേണ്ടി, ലോങ് റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഫിക്സഡ് അസറ്റ്. ഫ്ലോട്ടിങ് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് കൺവേർട്ടഡ് വിത്തിൻ എ ഇയർ, അതായത് അതിൻ്റെ വാല്യൂ നമുക്ക് ഓരോ ഘട്ടമായിട്ടാണ് നമുക്കതിൻ്റെ വാല്യൂ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്ലോട്ടിങ് അസറ്റ്സുകളിൽ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എൻ്റെ ആൻസർ വരുന്നത് ഫിക്സഡ് അസറ്റാണ്. എൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എടുക്കുന്നത്. അതിന് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യാൻ വേണ്ടി ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കുകയാണ്, അതൊരു ഫിക്സഡ് അസറ്റാണ്.
ഇതിൽ നമുക്ക് എക്സാമ്പിൾ ഫ്ലോട്ടിംഗ് അസറ്റാണ് മെയിനായിട്ട് വരുന്നത്. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ വാല്യൂ നമുക്ക് ഓവർ എ ടൈം പീരീഡിൽ മാത്രം നമുക്കൊരു വിത്തിൻ എ ഇയറിൽ മാത്രം നമുക്കത് കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അസറ്റുകളുടെ. The question number 62. A firm purchase computer for sale. These computers are dash for the business. Option A purchase, option B sales, option C asset. നമുക്കറിയാം പർച്ചേസ് നമുക്കത് സെയിൽസിന് വേണ്ടിയാണ്. പർച്ചേസ് വരില്ല, അസറ്റായിട്ട് വെച്ചേക്കാനും അല്ല ഓർഗനൈസേഷനിൽ. അവരത് സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അത് സെയിൽസിന് വേണ്ടിയാണ്. ഓപ്ഷൻ ബി സെയിൽസിന് വേണ്ടിയാണ്. താങ്ക് യു.